there. Subscribe to my channel. And also press this bell icon. CNC lathe ആണ്. എന്താണ് CNC lathe കൺവെൻഷണൽ lathe തമ്മിലുള്ള വ്യത്യാസം? എന്തൊക്കെ മാറ്റങ്ങളാണ് രണ്ട് മെഷീനുകളിൽ ഉള്ളത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഹൊറിസോണ്ടൽ lathe ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഒരു കവേർഡ് അല്ലെങ്കിൽ ഒരു കവറിങ്ങോട് കൂടി ഒരു മെഷീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇൻസൈഡുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പുറമേ നിന്ന് നോക്കി കാണാൻ സാധിക്കില്ല. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലൊരു കമ്പ്യൂട്ടർ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഇമ്പോർട്ടൻ്റായൊരു സംഭവമാണ്. അപ്പം ഈ കമ്പ്യൂട്ടർ കൺട്രോളിലൂടെയാണ് നമ്മൾ ഈ മെഷീനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ കൺട്രോളറിൻ്റെ നെയിം ഫേഗർ എന്നാണ്. ഫേഗർ എന്ന് പറയുന്നത് സ്പാനിഷ് കമ്പനിയുടെ ഒരു കൺട്രോൾ യൂണിറ്റാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കൺട്രോളാണ് ഇവിടെ നമ്മളുടെ മെഷീനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് 2-3 ഓപ്ഷൻസ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇത് MBG മോഡ് എന്ന് പറയുന്നത് നമുക്ക് മാനുവലായിട്ട് മെഷീൻ്റെ ആക്സസുകളെ മൂവ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന MPG മോഡ് അല്ലെങ്കിൽ ഹാൻഡ് വീൽ മോഡ് എന്ന് പറയും. അതിൻ്റെ തൊട്ട് മേളിൽ കാണുന്ന എമർജൻസി സ്വിച്ച്, പിന്നെ ടററ്റ് ഇൻഡെക്സ്, ചക്ക് ലോക്ക്, എഡിറ്റ് ലോക്ക് എന്നും പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പ്രഷറിൻ്റെ മീറ്ററാണ്. എൻ്റെ തൊട്ടിപ്പുറം കാണിച്ചിരിക്കുന്ന കൂളൻ്റ് ഓൺ ഓഫ്, സ്പിൻഡിൽ ഓൺ ഓഫ്. അതുപോലെ തന്നെ ഇവിടെ കുറേ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായ കീകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്സിസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് ആക്സിസൊക്കെയാണ് നമുക്ക് മൂവ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ആ ആക്സിസ് സെലക്ട് ചെയ്യാനുള്ള ആക്സിസ് സെലക്ഷൻ കീസും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരു നോബുണ്ട്, അതും ഫീഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ഗ്രീൻ റെഡ് സൈക്കിൾ സ്റ്റാർട്ട് ആൻഡ് സൈക്കിൾ സ്റ്റോപ്പ് ബട്ടൺ ആണ്. അതുപോലെ തന്നെ കുറേ മോഡ്സ് ഓഫ് കീസ് നമുക്കിത് വരുന്നുണ്ട്. അത് നോർമലി എല്ലാ CNC മെഷീനുകളും കാണുന്ന പോലെയുള്ള കീകളും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, നമുക്ക് മെഷീൻ്റെ അകത്തേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചക്ക്. ഇത് 3 ജോ ചക്കാണ്. 3 ജോ ചക്കാണെങ്കിലും ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു പോർഷനാണ് ഇതിനകത്ത് 3 ജോ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിൽ അഡീഷണൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ജോകൾ 3 ജോ ഉണ്ട്. ഈ 3 ജോയും നമുക്ക് നമ്മളുടെ വർക്കിൻ്റെ ഡൈ അനുസരിച്ചിട്ട് നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഡൈക്ക് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളുടെ മെഷീനിൽ വരുന്നത് ഇതിൻ്റെ ടൂൾ പോസ്റ്റാണ്. കൺവെൻഷണൽ മെഷീനിൽ നമ്മൾ ടൂൾ പോസ്റ്റ് എന്ന് പറയും. CNC മെഷീനുകളിൽ ലെയ്ത്തിൽ നമ്മൾ ടൂൾ പോസ്റ്റിന് ടററ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇതൊരു ടററ്റാണ് ഇവിടെ കാണുന്നത്, ടൂൾ പോസ്റ്റാണ്. ഇതിൽ നമുക്ക് 8 ടൂളുകൾ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന ഈ ടൂൾ ഹോൾഡറിന് അകത്ത്, അതായത് ഇതിൽ നമുക്ക് ബോറിംഗ് ബാറുകൾ യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഡ്രില്ല് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ഒരു ഹോളും കൂടെ ഈ ടൂൾ ബാറിൻ്റെ പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് അറ്റ് എ ടൈമിൽ അതിലൊരു ഒരു ബാർ മാത്രമേ പിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, എങ്കിലും അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടിയുണ്ട്. പിന്നെ ഇതിൻ്റെ ടററ്റിനെ ബേസ് ചെയ്ത് ഞാൻ ഇതിൻ്റെ ആക്സിസ് പറയാം. ടററ്റിൻ്റെ ഫ്രണ്ടിലേക്കുള്ള മൂവ്മെൻറ്റും ബാക്കിലോട്ടുള്ള മൂവ്മെൻറ്റ് എക്സ് പ്ലസും മൈനസും ആയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ടററ്റിൻ്റെ ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ്, ഫ്രണ്ട് അല്ലെങ്കിൽ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ് ഡയറക്ഷൻ Z ആക്സിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു CNC ലെയ്ത്ത് മെഷീനിൽ 2 ആക്സിസ് ആണുള്ളത്. ഏതൊക്കെയാണ്? എക്സും ഇസഡും. ആക്സിസിൻ്റെ ഷേപ്പ് വരുന്നത് L ഷേപ്പിലായിരിക്കും വരിക. എക്സ് ഇസഡ്. ഓക്കെ, എക്സ് ഇസഡ്. ഇനി സാധാരണ മെഷീനിലെ പോലെ തന്നെ ടൈൽ സ്റ്റോക്ക് ഉണ്ടാവും. അത് കൺവെൻഷണൽ മെഷീനിലായാലും CNC മെഷീനിലായാലും നമുക്ക് ഇതുപോലെ ടൈൽ സ്റ്റോക്ക് ഉണ്ട്. അതിന് 2 പ്രത്യേകതകളുണ്ട്. മാനുവലായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ അതിൽ ടൈൽ സ്റ്റോക്ക് സപ്പോർട്ട് ചെയ്യും. അതേ സ്ഥാനത്ത് പുതിയ ലേറ്റസ്റ്റ് മെഷീനുകളിലെല്ലാം ഹൈഡ്രോളിക്കാണ്. ഇത് നമ്മളുടേത് മാനുവലായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം. ടൈൽ സ്റ്റോക്കിൽ 2 ലിവറുകൾ കാണാം. ഒന്ന് ഈ ഫ്രണ്ടിൽ കാണുന്നത്, ഇത് ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ സ്പിൻഡിലിൻ്റെ ഈ ബാറും അല്ലെങ്കിൽ ഈ റോഡ് ബാക്കിലേക്ക് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ലോക്ക് ചെയ്തിടും. അപ്പോൾ ലോക്കായി കിടക്കും. പിന്നെ നമുക്കത് റിലീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിന് നമുക്ക് ഈ
ഹാൻഡ് വീൽ യൂസ് ചെയ്ത് കറക്കാനായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ബാക്കിലേക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇപ്പോൾ ഇത് റിലീസായിട്ട് പോറുണ്ട്. അതേ സ്ഥാനത്ത് ഞാനിത് ടൈറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മൂവ്മെൻറ്റ് ഭയങ്കര പാടായിരിക്കും മൂവ് ചെയ്യുക. കണ്ടോ, ഇതിപ്പോൾ ടൈറ്റായിട്ടിരിക്കുകയാണ്. ഈ ടെയിൽ സ്റ്റോക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യിച്ച് വെച്ചതിന് ശേഷം അത് ഈ ടെയിൽ സ്റ്റോക്കിൻ്റെ ഫുൾ പാർട്ട് ഈ ബെഡിൽ കറക്റ്റായിട്ട് സീറ്റായിട്ടിരിക്കണം. അതിന് മൂവ്മെൻറ്റ് ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ വരാൻ പാടില്ല. അതിനുള്ള ലിവറാണ് ഈ കൊടുത്തിരിക്കുന്ന ഈ ലിവർ. ഇതിപ്പോൾ റിലീസാണ്. ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതേ സ്ഥാനത്ത് നമുക്കിത് റിലീസ് ചെയ്തതിന് ശേഷം തള്ളിയാൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് മെഷീനുകളിലെല്ലാം ഈ ടൂൾ ടററ്റ് ഈ സൈഡിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് Hey there. Subscribe to my channel. And also press this bell icon. അത് സ്ലാങ് ബിറ്റ് ടൈപ്പും ആയിരിക്കും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഗിയർ സിസ്റ്റമാണ്. നമുക്കിവിടെ നമ്മുടെ മെഷീനിൽ ഗിയർ സിസ്റ്റം വെച്ചിട്ടാണ് ഇതിൻ്റെ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ലേറ്റസ്റ്റ് മെഷീനുകളിലെല്ലാം സെർവോ മോട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൽ നമുക്ക് ഡയറക്റ്റ് സ്പിൻഡിലിൻ്റെ സ്പീഡ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഗിയറിൽ 2 സ്പീഡായിരിക്കും മാക്സിമം കിട്ടുക. ഫോർവേഡ് ഡയറക്ഷൻ, ബാക്ക്വേഡ് ഡയറക്ഷൻ, 2 ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ M26ഉം M25ഉം കൊടുത്തിട്ടുണ്ട്. 26 വിളിച്ച് കഴിഞ്ഞാൽ ഹയർ സ്പീഡും M25 വിളിച്ച് കഴിഞ്ഞാൽ ലോവർ സ്പീഡ് ലിമിറ്റും ആയിരിക്കും കിട്ടുക. അങ്ങനെ 2 സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഈ ഗിയർ സിസ്റ്റത്തിൻ്റെ മാത്രം ഇപ്പോൾ ഇതൊന്നും ഇല്ല, എല്ലാ മെഷീനുകളിലും സെർവോ മോട്ടറുകളാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഗിയർ സിസ്റ്റം പഴയ മെഷീനുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് 2 സ്പീഡ് ലിമിറ്റാണ് ഒരേ ഗിയറിൽ കിടക്കുമ്പോൾ കിട്ടുന്നത്. ഒരു ഗിയറിൽ തന്നെ 2 സ്പീഡ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ സ്പീഡും ഹയർ സ്പീഡും നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ ബാക്ക്വേഡ് സ്പിൻഡിൽ ബാക്ക്വേഡ് ഇറങ്ങണോ ചക്ക് ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ എന്നുള്ളത് നമ്മൾ ഈ ലിവറിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു വേറൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ റെഡിൽ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹയർ സ്പീഡ് ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹയർ സ്പീഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ലിവർ റെഡിലായിരിക്കണം. ബ്ലൂവിലാണ് കിടക്കുന്നതെങ്കിൽ M25 M26ഉം ഈ കൊടുത്തിരിക്കുന്ന 2 എണ്ണമായിട്ടായിരിക്കും, 2 വാല്യൂസ് ആയിരിക്കും എടുക്കുക. 32 48 ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. 26 വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് റെഡിൽ കിടക്കുന്നതുകൊണ്ട് ഇവിടെ M25 വിളിച്ച് കഴിഞ്ഞാൽ 260ഉം M25 വിളിച്ച് കഴിഞ്ഞാൽ 390 ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഇതിന് താഴെ വരുന്ന 32 48ഉം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രീൻ ഹൈഡ്രോളിക് പമ്പാണ്. ഇതാണ് നമ്മൾ നമ്മളെ ചക്ക് ക്ലാമ്പിങ്ങിനും മറ്റുമായിട്ട് നമ്മൾ ഹൈഡ്രോളിക് പ്രഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് പമ്പാണിത്. അതിൻ്റെ ടാങ്ക് ഇവിടെയുണ്ട്. ഈ ടാങ്കിലാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കും. അതിനനുസരിച്ചിട്ടാണ്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ പ്രഷർ ഗേജാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബാക്കിലെ യൂണിറ്റുകളാണ്. ഇതാണ് ഫേഗറിൻ്റെ കൺട്രോൾ യൂണിറ്റ് പുറകിൽ വരുന്നത്. ബാക്കി ഇതിൽ കുറേ MCBകളുണ്ട്. ഈ MCBകളെല്ലാം എല്ലാ ടൈമിലും ഓണായിട്ടിരിക്കുന്നതാണ്. അപ്പം ഇത് ഏതെങ്കിലും കാരണവശാൽ നമ്മളെ സ്ക്രീനിലെ ഡിസ്പ്ലേ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ റണ്ണിങ് അല്ലാതെ കണ്ടാൽ നമ്മളിവിടെ ഒന്ന് നോക്കുക. ഇതിലുള്ള ഏതെങ്കിലും MCBകളിൽ ഡ്രിപ്പായി കിടപ്പുണ്ടാവും. അത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ കൂളൻ്റ് ടാങ്കാണ് ഈ കാണുന്നത്. കൂളൻ്റ് ടാങ്കാണ് അതിൻ്റെ കൂളൻ്റ് ടാങ്കിൻ്റെ പമ്പാണിത്. ഈ മുകളിൽ കാണുന്ന ഇത് ചിപ്പ് ട്രേ ആണ്. അതിൻ്റെ താഴെ വരുന്നതാണ് കൂളൻറ്റിൻ്റെ ടാങ്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് CNCയുടെ ലൈത്ത് മെഷീനിൽ കാണാൻ സാധിക്കുക. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം CNC മെഷീനെ പറ്റി അല്ലെങ്കിൽ CNC ലൈത്തിനെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. Hey there. Subscribe to my channel. And also press this bell icon.